ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ലൊരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കറി പോലും വേണ്ട കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് 4 പേർക്കുള്ള അളവിലാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഈ ഒരു പൊടി മാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുറച്ചധികം അളവിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോതമ്പ് മാവ് കലക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത്. അപ്പോൾ ഭയങ്കര കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം ഗോതമ്പ് ദോശക്കൊക്കെ മാവ് കലക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ടൊന്ന് അടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഈ മിക്സിയൊക്കെ ആക്കി ഒരുപാട് പാത്രങ്ങൾ കഴുകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് വേഗത്തിൽ തന്നെ അധികം വെള്ളം ഒഴിച്ചിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ വേഗം തന്നെ മാവ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വേറൊരു ഓയിലും എടുക്കരുത്. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു കളറ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയൊരു സൈസിലുള്ള ഒരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3-4 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊടിയായി അരിഞ്ഞ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിത് മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ആ ഒരു കറിവേപ്പിലയും പച്ചമുളകൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ആ ഒരു ഗോതമ്പിൻ്റെ മാവ് കലക്കിയല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് കൂടി പോകരുത്. അപ്പോൾ ഈ ഒരു ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചെറിയൊരു തക്കാളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൽ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടികളൊന്നും ചേർക്കുന്നില്ല. കുറച്ചും കൂടി സ്പൈസി ആയിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും അതുപോലെ ഗരം മസാലയൊക്കെ ഒരു 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി അങ്ങനെ വെന്തോടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മാവിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് പൊടിയായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു മസാല ഉണ്ടല്ലോ, അതിൻ്റെ ചൂടൊന്ന് നല്ലപോലെ ആറിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിൽ ചേർക്കുന്നില്ലേ. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ പച്ചമുളകൊക്കെ ഉണ്ടതുകൊണ്ട് തന്നെ നല്ല എരിവാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ദോശക്കല്ല കേട്ടോ ദോശ ഇടുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നോൺ സ്റ്റിക്കിന് പകരം നമ്മൾ അയണിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ കല്ല് ചൂടാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ല് ഒരുപാട് ചൂടാകുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഇതിലേക്ക് തളിച്ചിട്ടൊന്ന് ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മാവ് പരത്താൻ കഴിയില്ല. ഇത് നമ്മൾ ഇതിൽ തക്കാളി ഉള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മാവ് നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ നല്ല നൈസായിട്ട് പരത്താൻ കഴിയില്ല. കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് ആ ഒരു നമ്മളെ ദോശക്കല്ലിന് ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമ്മൾ അധികം പ്രസ് ചെയ്യാതെ മേലേന്ന് സ്ലോ ആയിട്ട്, അതായത് അധികം ബലം കൊടുക്കാതെ വേണം കേട്ടോ നമ്മളൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ അതിന് മേലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ അധികം പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് കുറച്ച് നല്ല ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പച്ചമുളകും തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്കിതിന് കറീൻ്റെ ആവശ്യം പോലും ഇല്ല. ചൂടോടുകൂടി നല്ല വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്. അതുപോലെ കുറച്ചും കൂടി ക്രിസ്പി ആക്കി എടുത്തു കഴിഞ്ഞാൽ കേട്ടോ നല്ല ടേസ്റ്റ്.
അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ ദോശ ചുടാനൊക്കെ എള്ളെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് വാങ്ങാം. നല്ല ക്രിസ്പി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ കനം കുറച്ച് പരത്താൻ പറ്റുന്നോ അത്രയും കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ നൈസായിട്ട് പരത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ അത്രയും നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ പച്ചമുളക് ചേർക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഗോതമ്പ് മാവൊക്കെ നിങ്ങൾ മിക്സിയിൽ അരച്ച് തയ്യാറാക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വരാൻ മറക്കരുത്.